ഗെറ്റ് റെഡി മാട്ടൂൽ ആൻഡ് പഴയങ്ങാടി സിറ്റിസൻസ്. പ്രശ്നമെന്ന് പറയുന്നത് കണ്ണൂർ റെയിൽവേ ആൾക്കാരല്ല. നിങ്ങൾ പേപ്പറിൽ കണ്ടതുപോലെ രമിത് സാറല്ല അതിൻ്റെ ആൾക്കാർ. അവിടെ ഉള്ളത് ADE എന്നെയാണ്. നേരിട്ട് കണ്ടു, പക്ഷെ മലയാളിയല്ല. സാറ് സന്തോഷത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, വി ആർ സൂപ്പർവൈസർ, we don't have any power when it will be start. അപ്പം മലയാളം തന്നെ പറയാം, അവർ വെറും സൂപ്പർവൈസർ മാത്രമാണ്. നമ്മൾക്ക് കത്ത് വന്നു, നമ്മൾ അത് അളന്നു, നമ്മൾ തിരിച്ചയച്ചു. നല്ലൊരു മനുഷ്യനാണ്. കാരണം 30-ാം തീയതി തരാമെന്ന് പറഞ്ഞത് നവരാത്രിയും ശിവരാത്രിയും അങ്ങനെ പല രാത്രികളെല്ലാം വന്നുകൊണ്ട് 4-ാം തീയതിയാണ് കാണാൻ പറ്റിയത്. കാരണം മൂപ്പർ പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രമിത് സാറിൻ്റെ നമ്പർ തരാം. ഞാൻ പറഞ്ഞു വേണ്ട. സാറ് രമിത് സാറിൻ്റെ മുകളിലാണോ അല്ലയോ? യെസ്, ഞാൻ മുകളിലാണ്. സോ ഗോഡ് ബ്ലസ് യു മാൻ, ഗോഡ് ബ്ലസ് യു സാർ. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പറയണമെങ്കിൽ പറയാനായിട്ടില്ല. കാരണം ബ്ലഫ് ചെയ്ത പീപ്പിൾ പ്രോസിക്യൂട്ട് ചെയ്യണം. ആ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോഴും പടച്ചവനെയും ലോ ആൻഡ് ഓർഡറേയും ചില ഒഫീഷ്യൽസിനെയും ജുഡീഷ്യറിയെയും പുണ്യാളനെയും ത്രിമൂർത്തികളെയും വെല്ലുവിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, 6 crore 6 കോടിയുള്ളത് കണ്ണൂർ ഓഫീസിലല്ല. എവിടെയുള്ളത് എന്ന് പറയുന്നത് മൺഡേ തൊട്ട് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് തരും. സോ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴൊന്നും തീരൂല. അപ്പുറം അടി ചെയ്യാതെ, അവിടുന്ന് കലമ്പ് ചെയ്യാതെ, വഴക്ക് കൂടാതെ കുറച്ച് വണ്ടികൾ വിട്ടുപോയാൽ കുറച്ച് വണ്ടികൾ വിട്ടുകൊടുക്കുക. നാട്ടുകാരായി, വീട്ടുകാരായി, ത്രിമൂർത്തികളുടെ പരമ്പര, പടച്ചോൻ്റെ പരമ്പര, പുണ്യാളൻ്റെ പരമ്പര, നാച്ചുറലിൻ്റെ പരമ്പര, നാച്ചുറൽ ക്രിയേഷൻ എല്ലാം അനുസരിച്ച് കൊണ്ട് തന്നെ പഴയങ്ങാടി പാലത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകാം. ഇന്ത്യൻ സിറ്റീസിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ 1-on-1 കോമ്പാറ്റ്.